Hello all. Today we are going to discuss about a topic that is a jury stability test. Okay. So എന്താണ് jury stability test? So it is a stability checking method mainly used for a discrete control system. Okay. So നമുക്കൊരു കണ്ടിന്യൂസ് കൺട്രോൾ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി മെത്തേഡ് ഉണ്ട്, ട്രൂത്ത് സർവീസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി മെത്തേഡ് ഉണ്ട് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട്. സോ ഈ ഡിസ്ക്രീറ്റ് സിസ്റ്റത്തിൽ അതേപോലെ ഒത്തിരി മെത്തേഡ് ഉണ്ട്. അതിലൊന്നാണ് ഈ ജൂറി സ്റ്റെബിലിറ്റി ടെസ്റ്റ്. ഓക്കെ, സോ നമ്മൾ എങ്ങനെയാണ് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുക? സപ്പോസ് നമ്മുടെ ഒരു കണ്ടിന്യൂസ് സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ പോൾസ് എക്സ്പ്ലെയിനിൽ നമ്മൾ കണ്ടിന്യൂസ് സിസ്റ്റം അല്ലെ എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ നമ്മൾ ലാപ്ലാസ് പ്ലെയിനിലായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സോ ആ ലാപ്ലാസ് ഡൊമൈനിൽ അല്ലെങ്കിൽ എക്സ്പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ പോൾസ് എല്ലാം LHS-ലാണെങ്കിൽ we can say that it is the system is stable. Okay, similarly in discrete system നമുക്ക് അവിടെയും സ്റ്റെബിലിറ്റി പറയണം. അവിടെ സ്റ്റെബിലിറ്റി പറയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഇസഡ് പ്ലെയിനെ നമ്മൾ യൂസ് ചെയ്യുക. സോ നമ്മുടെ പോൾസ് എല്ലാം ആ ഇസഡ് പ്ലെയിനിൽ ആ യൂണിറ്റ് സർക്കിളിന്റെ അകത്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ we can say that the system is stable. ഓക്കെ, യൂണിറ്റ് സർക്കിളിന് പുറത്താണെന്നുണ്ടെങ്കിൽ അൺസ്റ്റേബിൾ. ക്ലിയറായോ? സോ in Z plane or in discrete system, we can say if the pole is inside the unit circle, we can say that the system is completely stable. Okay, so ഇവിടെ this jury stability ടെസ്റ്റും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ പോൾസ് യൂണിറ്റ് സർക്കിളിന്റെ അകത്താണോ പുറത്താണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജൂറി സ്റ്റെബിലിറ്റി ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, സോ അതിന്റെ ഡെഫിനിഷൻ പറയുന്നത് ഇത് തന്നെയാണ്. The jury stability test is used to determine whether the roots of the Cat's equation, which means our pole, lies within the unit circle or not. If it is inside the circle, the system is stable, and else it is unstable. Okay, so this jury test consists of two parts, and that is a necessary condition, and another is a sufficient condition. സോ നമുക്ക് ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ ദാറ്റ് ദ സിസ്റ്റം ഈസ് സ്റ്റേബിൾ ഓർ നോട്ട്. ഓക്കെ, സോ നമുക്ക് ഈ നെസസറി ആയാലും സഫിഷ്യന്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും വി ഷുഡ് നീഡ് ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് സിസ്റ്റം. ഓക്കെ, സോ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ പറയുന്നത് നമ്മൾ 1 + g of z × h of z = 0 ചെയ്ത് കിട്ടിയ ആണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. അതിന്റെ f of z എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നു. അതിന്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഇങ്ങനെയാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ദാറ്റ് an z⁻n + an - 1 z⁻n - 1 + an - 2 z⁻n - 2 + extra up to a2z² + az + a0 = 0 ആണെന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ ദിസ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് നെസസറി കണ്ടീഷനും സഫിഷ്യന്റ് കണ്ടീഷനും പറയുക. ഓക്കെ, സോ ദ നെസസറി കണ്ടീഷൻ എന്ന് പറയുന്നത് f of z എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിലെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിലെ നെസസറി കണ്ടീഷൻ എന്ന് പറയുന്നത് f of 1 should be greater than 0 and -1 all raised to n f of -1 should be greater than 0. ഓക്കെ, അതായത് ഇവ f of z അല്ലേ, ഇൻ ടേംസ് ഓഫ് z ആയിരിക്കും. ഓക്കെ, എവിടെയൊക്കെ z ഉണ്ടോ അവിടെയൊക്കെ 1 കൊടുത്താലാണ് f of 1, and that when the value should be greater than 0. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ എവിടെയൊക്കെ z ഉണ്ടോ അവിടെയൊക്കെ -1 കൊടുക്കുക. ദെൻ അത് -1 ഓൾ റേസ്ഡ് ടു ഇവിടെ n എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ ഓർഡർ ആണ്. ഓക്കെ, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിലെ z ഹയസ്റ്റ് പവർ ആണ് ഓർഡർ എന്ന് പറയുക. സോ അതാണ് n. ഓക്കെ, ഇത് രണ്ടും f of 1 should be greater than 0, -1 all raised to n f of -1 should be greater than 0. Okay, so ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ we can say that the necessary condition ഓക്കെ ആണ്. സോ നമുക്ക് നെസസറി കണ്ടീഷൻ മാത്രം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്താൽ പോലെ we have to prove that നമുക്ക് സഫിഷ്യന്റ് കണ്ടീഷൻ കൂടി നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ എന്നാണെങ്കിൽ നമുക്ക് അടുത്ത സഫിഷ്യന്റ് കണ്ടീഷനിലോട്ട് പോകാം. എന്താണ് സഫിഷ്യന്റ് കണ്ടീഷൻ? സോ ഈ സഫിഷ്യന്റ് കണ്ടീഷൻ വേണമെങ്കിൽ we need a jury's table. ഒരു ജൂറിയുടെ ടേബിൾ നമുക്ക് വേണം. ആ ടേബിൾ വെച്ചിട്ടാണ് നമുക്ക് സഫിഷ്യന്റ് കണ്ടീഷൻ പറയുക. ഓക്കെ, സോ ആ ഒരു ടേബിളിൽ സപ്പോസ് n ആണ് ഓർഡർ എന്നുണ്ടെങ്കിൽ 2n - 3 റോസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇൻ ഓർഡർ ഫോർ ചെക്ക് ദി സഫിഷ്യന്റ് കണ്ടീഷൻ we need a jury's table, and that table consists of 2n - 3 rows where n is the order of system. Okay, സപ്പോസ് ആ ഒരു ടേബിളിന്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക? ഓക്കെ, അവിടെ കണ്ടോ
1 2 3 4 5 എക്സെട്രാ 2n മൈനസ് 8 അങ്ങനെ 2n മൈനസ് 3 റോസ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് Z0 ഇത് ഇങ്ങനെ എഴുതുക. ഓക്കെ, അതിൽ ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിലെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിലെ Z⁻⁴ കോയിഫിഷ്യന്റ് അതാണ് A0 എന്ന് പറയുക. അത് ഞാൻ അദ്ദേഹത്തെ എഴുതി. Z⁻1 കോയിഫിഷ്യന്റ് ആണ് A1, അങ്ങനെ A2 എക്സെട്രാ ടു an മൈനസ് k, an മൈനസ് 2, an മൈനസ് 1, an അങ്ങനെ എടുത്ത് എഴുതി. ഓക്കെ, ഫസ്റ്റ് റോ നമ്മുടെ ക്വസ്റ്റ്യൻ നേരിട്ട് നമുക്ക് എടുത്തങ്ങ് മാപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സെക്കൻഡ് റോ എന്ന് പറയുന്നത് ഫസ്റ്റ് റോയുടെ നേരെ റിവേഴ്സ് തന്നെയാണ് സെക്കൻഡ് റോ. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് രണ്ട് റോ നമുക്ക് ഈസി ആയി നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ക്ലിയർ? ഓക്കെ, സോ ഫസ്റ്റ് റോ എങ്ങനെ എഴുതിയോ അതുപോലെ അതിന്റെ റിവേഴ്സ് എടുത്തിട്ട് സെക്കൻഡ് റോ. ഫസ്റ്റ് റോ എങ്ങനെ എഴുതി? നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ നോക്കുക, അതിന്റെ ഇസഡിന്റെ കോയിഫിഷ്യന്റ് അത് Z⁻⁴, അതായത് നമുക്ക് കോൺസ്റ്റന്റ് ടൈമിന്റെ കോയിഫിഷ്യന്റ് അത് എഴുതി. Z⁻1 ആണ് A1, അത് സെക്കൻഡ് എഴുതി. അങ്ങനെ അങ്ങനെ. ഓക്കെ, സോ ഇപ്പൊ എഴുതി ഈ രണ്ട് റോ വെച്ചിട്ടാണ് നമ്മൾ മൂന്നാമത്തെ റോയെ നമ്മൾ എഴുതുക. ആ മൂന്നാമത്തെ റോയുടെ എൻട്രി എന്ന് പറയുന്നത് B0, B1, B2 എക്സെട്രാ ടു Bn മൈനസ് 2 ഇൻറ്റു Bn മൈനസ് ഒരു എലമെന്റ് കുറവായിരിക്കും. ഓക്കെ, ഫസ്റ്റ് രണ്ട് റോ വെച്ച് നോക്കുമ്പോഴത്തേക്കും തേർഡ് റോ എന്ന് പറയുന്നത് ഒരു എലമെന്റ് കുറവായിരിക്കും. ഓക്കെ, ക്ലിയറായോ? ഓക്കെ, സോ തേർഡ് റോ നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ആ തേർഡ് റോയുടെ റിവേഴ്സ് ആയിരിക്കും ഫോർത്ത് റോ. കണ്ടോ, ലാസ്റ്റ് വന്ന Bn മൈനസ് 1 ആദ്യം വന്നു, സെക്കൻഡ് ലാസ്റ്റ് ഉണ്ടായിരുന്ന Bn മൈനസ് 2 സെക്കൻഡ് വന്നു, അങ്ങനെ അങ്ങനെ പോയി. ഫസ്റ്റ് ഉണ്ടായിരുന്ന B0 ലാസ്റ്റ് വന്നു. ഓക്കെ, സോ ഈ B0 നമ്മൾ എങ്ങനെ എഴുതും അതാണ് നമുക്ക് നോക്കുക. സോ ഞാൻ ആൾറെഡി പറഞ്ഞു, ഫസ്റ്റ് രണ്ട് റോ വെച്ചിട്ട് ഫസ്റ്റ് രണ്ട് റോയുടെ എലമെന്റ്സ് വെച്ചിട്ടാണ് നമുക്ക് തേർഡ് റോ കിട്ടുക. ഓക്കെ, സോ അതില് B0, B1, B2, B3 ഒക്കെ നമുക്കുണ്ട്. ഓക്കെ, സോ ഏതായാലും അതിന്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് BK, K may be 0, K1, 2, except Bn minus 1. ഓക്കെ, അതിന് സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആണ്. BK is equal to the modulus determinant of A0, an minus k, an ak. ഓക്കെ, സപ്പോസ് k equal to 0 ആണെന്നുണ്ടെങ്കിൽ B0 അപ്പം A0 an an A0. ഓക്കെ, ഉണ്ടോ? സപ്പോസ് B0 ആണെന്നുണ്ടെങ്കിൽ ഉണ്ടോ, എവിടെയൊക്കെ k ഉണ്ടോ അവിടെയൊക്കെ 0 ആക്കിയുള്ളൂ. A0 A0 an an. ഓക്കെ, ക്ലിയർ ആയോ? സോ നമുക്കിനി ഇങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് ഒത്തിരി സമയം എടുക്കും. ഓക്കെ, സോ പറ്റുമെങ്കിൽ കഴിവതും നമ്മള് ഇവിടെ വെച്ച് തന്നെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുമെന്ന് നോക്കുക. എങ്ങനെയെന്ന് അറിയാമോ? ഞാൻ ഒരു ക്ലൂ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ നമ്മൾ മൂന്നാമത്തെ റോയുടെ ഫസ്റ്റ് എൻട്രി ആണ് B0. ഓക്കെ, ഈ B0 എങ്ങനെ എൻട്രി നമുക്ക് നോക്കാം. B0. ഓക്കെ, സോ B0 വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് റോ എന്തായാലും നമുക്ക് വേണം. ഓക്കെ, ഫസ്റ്റ് റോ ഇറ്റ് ഇസ് എ മസ്റ്റ് വൺ. ഓക്കെ, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. ഫസ്റ്റ് റോയും അപ്പം തേർഡ് റോയിലെ എലമെന്റ് ആണ് പറഞ്ഞത്. ഈ B0യുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എങ്കിൽ ലാസ്റ്റ് എലമെന്റ് എടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ ലാസ്റ്റ് കോളം, ഫസ്റ്റ് കോളം ലാസ്റ്റ് കോളം മാത്രം നോക്കി വെച്ചാൽ വേറെ ഒന്നും നോക്കരുത്. ഓക്കെ, സോ അതെങ്ങനെ കിട്ടും എന്ന് വെച്ചാൽ കണ്ടോ, A0 ഇൻറ്റു A0 A0 ഇൻറ്റു A0 മൈനസ് an ഇൻറ്റു an ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഈ B0 കിട്ടും. പിടിയോ? ഓക്കെ, ക്ലിയർ? ഇനി B1 വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് അറിയാമോ? ഇത് മാറ്റിയിട്ട് ജസ്റ്റ് ഇപ്പുറത്തേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ലെഫ്റ്റിലോട്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, അത് Z⁻n-1 മാത്രം നോക്ക്. ഓക്കെ, ഇനി വേറെ ഒന്നും നോക്കരുത്. സോ B1 വേണമെന്നുണ്ടെങ്കിൽ A0 ഇൻറ്റു A1 മൈനസ് an ഇൻറ്റു an മൈനസ് 1. ഓക്കെ, അത് മാത്രം നോക്കി വെച്ചാൽ മതി. ക്ലിയർ? ഇനി B2 വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കേണ്ട കാര്യമില്ല. B2 വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, ലെഫ്റ്റിലോട്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരും. ഓക്കെ, വേറെ ഒന്നും നോക്കരുത്. ഫസ്റ്റ് കോളം ഈസ് മസ്റ്റ്, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. ഓക്കെ, സോ A0 ഇൻറ്റു A2 മൈനസ് an ഇൻറ്റു an മൈനസ് 2 ഇങ്ങനെ പോകും. ശരിയായോ? സോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് അതേപോലെ അപ്പൊ അടുത്ത് എഴുതുമ്പോഴത്തേക്ക് ഓരോന്ന് ഇങ്ങനെ ലെഫ്റ്റിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന നോക്കുക. ഓരോ കോളം നമ്മൾ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് വരിക. ഓക്കെ, അങ്ങനെ നമുക്ക് B0, B1, B2, Bn മൈനസ് 1 നമുക്ക് കിട്ടും. ഓക്കെ, ഈ Bn മൈനസ് 1 എങ്ങനെ കിട്ടുന്ന അറിയോ? A0 ഇൻറ്റു an മൈനസ് 1
മൈനസ് an ഇൻറ്റു a1 ഇത് ചെയ്യുമ്പോൾ എനിക്ക് bn മൈനസ് 1 കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ ഇങ്ങനെയാണ് നമുക്ക് മൂന്നാമത്തെ റോ എനിക്ക് കിട്ടുക. ക്ലിയർ? ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി തേർഡ് റോ ഉണ്ടെങ്കിൽ ആ തേർഡ് റോയുടെ റിവേഴ്സ് ആയിരിക്കും ഫോർത്ത് റോ. ക്ലിയർ ആയി? ഇപ്പൊ നമ്മൾ ഫോർത്ത് റോയിൽ നിൽക്കുകയാണ്. ഇനി 3ഉം 4ഉം വെച്ചിട്ടാണ് നമ്മൾ ഫിഫ്ത്ത് റോ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക. ക്ലിയർ ആയോ? ഓക്കെ, അവിടെയും ഇതേപോലെ തന്നെയാണ്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, സോ അവിടെയും വേറെ മാറ്റങ്ങളൊന്നുമില്ല. സോ എനിക്ക് C0, C1, C2 അങ്ങനെ കാണാൻ പോകുന്നത്. അതാണ് എൻ്റെ ഫിഫ്ത്ത് റോ. ഓക്കെ, സോ അതിൽ CK എന്നുള്ളൊരു കോമൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ CK കാണുന്ന ഇക്വേഷൻ എന്നത് determinant of B0 Bn minus 1 minus k Bn minus 1 Bk. ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടു കഴിഞ്ഞാൽ we get CK. ഓക്കെ, ഇപ്പൊ k equal 0 കൊടുക്കുകയാണെങ്കിൽ C0 കിട്ടും, k equal 1 ആണെങ്കിൽ C1 കിട്ടും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ഇങ്ങനെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിയോ, ഇപ്പൊ എനിക്ക് ഈ C0 ആണ് എനിക്ക് വേണ്ടത്. C0. ഓക്കെ, ഈ C0 എനിക്ക് വേണം. ഈ C0 വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എനിക്ക് കിട്ടും C0? അപ്പോൾ ഈ 3ഉം 4ഉം റോ വെച്ചിട്ടാണ് എൻ്റെ ഫിഫ്ത്ത് റോയിൽ എൻട്രീസ് ആയ C0, C1, C2 നോക്കുക. ഓക്കെ, സോ ഇപ്പൊ എന്ത് ചെയ്യും, അവിടെ ഈ ഫസ്റ്റ് കോളം മാറ്റമൊന്നുമില്ല. ഫസ്റ്റ് കോളം ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് കോളവും ലാസ്റ്റ് കോളം, തേർഡ് റോ ലാസ്റ്റ് ചെയ്താ ഇതല്ലേ -1. ഓക്കെ, സോ ഫസ്റ്റ് കോളവും ലാസ്റ്റ് കോളവും മാത്രം നോക്കാവൂ. തേർഡും ഫോർത്തും റോയിലെ ഫസ്റ്റ് കോളവും ലാസ്റ്റ് കോളവും മാത്രമേ നോക്കൂ, വേറെ ഒന്നും നോക്കരുത്. ഓക്കെ, സോ C0 വേണമെന്നുണ്ടെങ്കിൽ നോക്കണേ, B0 ഇൻറ്റു B0 മൈനസ് Bn മൈനസ് 1 ഇൻറ്റു Bn മൈനസ് 1 ചെയ്യുമ്പോൾ എനിക്ക് C0 കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ? B0 ഇൻറ്റു B0, അതായത് തേർഡ് റോയിലെ ഫോർത്ത് റോയും കമ്പ്യൂട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഫിഫ്ത്ത് റോ എഴുതുക. ഫിഫ്ത്ത് റോയുടെ എലമെന്റ്സ് ആണ് C0, C1, C2 എക്സെട്രാ അപ് ടു Cn മൈനസ് 2. അതിൽ ഫസ്റ്റ് എലമെന്റ് ആണ് C0. C0 കാണാനായിട്ട് 3ലെയും 4ലെയും ഫസ്റ്റ് കോളവും ലാസ്റ്റ് കോളവും നോക്കുക. ഓക്കെ, സോ വേറെ ഒരു എലമെന്റ്സ് പിന്നെ നിങ്ങൾ നോക്കരുത്, ഫസ്റ്റ് കോളും ലാസ്റ്റ് കോളും മാത്രം നോക്കുക. ഓക്കെ, അവന്റെ ഡയഗണലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. B0 ഇൻറ്റു B0 മൈനസ് Bn മൈനസ് 1 ഇൻറ്റു Bn മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് C0 കിട്ടും. ഓക്കെ, ഇനി അടുത്ത C1 വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? C1 ആണെന്നുണ്ടെങ്കിൽ ഇത് മാറ്റിയിട്ട് ഒന്ന് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയോ? B0 ഇൻറ്റു B1 മൈനസ് Bn മൈനസ് 1 ഇൻറ്റു Bn മൈനസ് 2 ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് C1 കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി C2 വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് മാറ്റിയിട്ട് ഒന്ന് വീണ്ടും ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിങ്ങനെ പോവുക. ക്ലിയർ ആയോ? ഇതേ പ്രൊസീജിയർ പോവുക. അത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഇതേ ഓരോന്നും കമ്പ്യൂട്ട് ചെയ്തുകൊണ്ട് ഓരോ കുറെ ടൈം കൺസ്യൂം ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇതിന് സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഇങ്ങനെയാണ്, നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ ഇപ്പൊ ടേബിൾ കിട്ടിയതേ ഉള്ളൂ. ഓക്കെ, ടേബിൾ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് സഫിഷ്യന്റ് കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, സോ നമ്മൾ ടേബിൾ നമ്മളിപ്പോൾ എഴുതി 2n മൈനസ് 1 2n മൈനസ് 3 റോസ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, സോ ഇനി n മൈനസ് 1 സഫിഷ്യന്റ് കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യണം. n മൈനസ് 1 സഫിഷ്യന്റ് കണ്ടീഷൻ. ഓക്കെ, അതിപ്പോൾ തേർഡ് ഓർഡർ സിസ്റ്റം ആണെങ്കിൽ 2 കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. ഫോർത്ത് ഓർഡർ സിസ്റ്റം ആണെങ്കിൽ 4 മൈനസ് 3 കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പൊ nth ഓർഡർ ആയതുകൊണ്ട് n മൈനസ് കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടി വരും. എന്തൊക്കെയാണ് കണ്ടീഷൻ? ഓക്കെ, ക്ലിയർ ആയോ? അത് നമുക്ക് നോക്കാം. അതെന്ന് പറഞ്ഞുണ്ടോ, മോഡ് A0 ഷുഡ് ബി ലെസ് ദാൻ മോഡ് an. അതേപോലെ മോഡ് B0 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ മോഡ് Bn മൈനസ് 1. മോഡ് C0 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ മോഡ് Cn മൈനസ് 2 എക്സെട്രാ അപ് ടു മോഡ് R0 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ മോഡ് R2. ഇതാണ് n മൈനസ്. ഇത്രയും ഈ n മൈനസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി എന്താണിത്? വേറെ ഒന്നുമല്ല, ഇവിടെ നമുക്ക് റോസ് 1 2 3 4 5 ഇങ്ങനെ ഒക്കെ ഉണ്ട്. ഓക്കെ, 1ന്റെ റിവേഴ്സ് ആണ് 2. സോ 2 നോക്കേണ്ട കാര്യമില്ല, 1 തന്നെയാണ് 2, അതിന്റെ ഓർഡർ മാറ്റിയെന്നേ ഉള്ളൂ. ഓക്കെ, 3 തന്നെയാണ് 4, 3യുടെ റിവേഴ്സ് എഴുതിയപ്പോൾ 4 കിട്ടി. ഓക്കെ, സോ നമുക്കിപ്പം മനസ്സിലാക്കാൻ സാധിക്കും, ഈ നമ്മൾ ആ ഓഡ് നമ്പർ ഓഫ് റോസ് മാത്രം നോക്കി വെച്ചാൽ മതി. അതായത് 1
3, 5, 7, 9 അങ്ങനെ ആ ഓഡ് റോസ് മാത്രം നമ്മൾ നോക്കി വെച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആയോ? ഇനി സെക്കൻഡും ഫോർത്തും ഫിഫ്ത്തും ഒന്നും നോക്കണ്ട. ഓക്കെ, സോ ഫസ്റ്റ് റോ, തേർഡ് റോ, ഫിഫ്ത്ത് റോ മാത്രം നോക്കി വെച്ചാൽ മതി. ഓക്കെ, സോ ഇവിടെ വെച്ച് നോക്കുക. ഇനി A0 എന്താണ്? ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എലമെന്റ് ആണ് A0, ഫസ്റ്റ് റോയുടെ ലാസ്റ്റ് എലമെന്റ് ആണ് AN. ഓക്കെ, സോ നമ്മുടെ സഫിഷ്യന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എലമെന്റ് ഷുഡ് ബി ലെസ് ദാൻ ലാസ്റ്റ് എലമെന്റ്. ഓക്കെ, ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എലമെന്റ് ഷുഡ് ബി ലെസ് ദാൻ ലാസ്റ്റ് എലമെന്റ്, അതായത് മോഡ് A0 ഷുഡ് ബി ലെസ് ദാൻ മോഡ് AN. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? B0, the mode B0, മോഡ് ശരി മാത്രം മതി, നമ്മൾ പൊളാരിറ്റി നോക്കേണ്ട കാര്യമില്ല. മോഡ് B0 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ മോഡ് BN മൈനസ്, അതായത് മൂന്നാമത്തെ റോയുടെ ഫസ്റ്റ് എലമെന്റ് ഷുഡ് ബി ഹയർ ദാൻ ദ ലാസ്റ്റ് എലമെന്റ് ഓഫ് ദി തേർഡ് റോ. അതേപോലെ ഫിഫ്ത്ത് C0 ഉണ്ടോ? C0 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ Cn മൈനസ് 2, അതായത് അഞ്ചാമത്തെ റോയുടെ ഫസ്റ്റ് എലമെന്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓഫ് Cn മൈനസ് 2. അങ്ങനെ പോവുക അണ്ടിൽ 2n മൈനസ് 3 റോ R0 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ R2. ഇതാണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ, ഫസ്റ്റ് റോ അവിടെ നിൽക്കട്ടെ, തേർഡ്, ഫിഫ്ത്ത്, സെവൻത്, നയൻത് അങ്ങനെ പോകും. ഓഡ് നമ്പേഴ്സ് റോ നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് എലമെന്റ് ഷുഡ് ബി ഹയർ വെൻ കമ്പയർഡ് ടു ലാസ്റ്റ് എലമെന്റ്. ഓക്കെ, തേർഡ് എലമെന്റ് നോക്കി, B0 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓഫ് Bn മൈനസ് 1, അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, C0 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓഫ് Cn മൈനസ് 2, അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, then അങ്ങനെയാണ് R0 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓഫ് Rn മൈനസ് 2. ഓക്കെ, ഇതിന് ഫസ്റ്റ് എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഫസ്റ്റ് എലമെന്റ് ഷുഡ് ബി ലെസ് ദാൻ AN. ഓക്കെ, ക്ലിയർ ആയോ? ഫസ്റ്റ് റോയിൽ മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെന്റ് ലെസ് ആയിരിക്കണം വെൻ കമ്പയർ ടു ലാസ്റ്റ് എലമെന്റ്. ബാക്കി എല്ലാം 3ഉം 5ഉം 7ഉം എല്ലാം ഫസ്റ്റ് എലമെന്റ് ഷുഡ് ബി ഹൈ. ഓക്കെ, ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെന്റ് മിനിമം ആയിരിക്കണം വെൻ കമ്പയർ ടു ലാസ്റ്റ് വൺ. ബാക്കിയുള്ള എല്ലാ ഓർഡർ റോസും ഫസ്റ്റ് എലമെന്റ് ഷുഡ് ബി ഹൈ വെൻ കമ്പയർ ടു ലാസ്റ്റ് എലമെന്റ്. ഓക്കെ, അതാണ് n മൈനസ് 1. ഇപ്പോൾ ഈ രണ്ട് നെസസറി കണ്ടീഷൻ, സഫിഷ്യന്റ് കണ്ടീഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ സിസ്റ്റം ഈസ് സ്റ്റേബിൾ. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, say we have a system and the characteristic equation of a system is given by f of z equal to z raised to 4 minus 1.7 z cube plus 1.04 z square minus 0.268 z plus 0.024. ഈ സിസ്റ്റം സ്റ്റേബിൾ ആണോ അല്ലയോ യൂസിങ് ജോലി സ്റ്റെബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യും? ഓക്കെ, സോ നമുക്ക് നെസസറി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു സാറ്റിസ്ഫൈ വെദർ ദ നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ. ഓക്കെ, ആദ്യം നെസസറി കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കാം. നെസസറി കണ്ടീഷൻ എന്താ പറയുക? എഫ് ഓഫ് 1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0, അതേപോലെ -1 all raised to n എഫ് ഓഫ് -1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഈക്വൽ അല്ല, ഗ്രേറ്റർ ദാൻ 0. ഇവിടെ n എത്രയാ? z ന്റെ ഹയസ്റ്റ് പവർ 4, സോ n ഈക്വൽ ടു 4 ആയിരിക്കും. സോ നമുക്ക് ആദ്യം ഓരോന്നായിട്ട് നോക്കാം. എഫ് ഓഫ് 1, എവിടെയൊക്കെ z ഉണ്ടോ അവിടെയൊക്കെ 1 കൊടുക്കുക. ഉണ്ടോ? 1 raised to 4 minus 1.7 into 1 plus 1.04 into 1 minus ഉണ്ടോ? എവിടെയൊക്കെ z ഉണ്ടോ അവിടെയൊക്കെ 1 കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.096 അല്ലെ? അത് 0ക്കാളും കൂടുതലല്ലേ? ഓക്കെ ആണ്. ഓക്കെ, ഇനി അടുത്തത് -1 all raised to n f of -1 എന്താ നോക്കുക. സോ -1 all raised to n എന്ന് പറഞ്ഞാൽ 4 ആണ്. ഓക്കെ, സോ എവിടെയൊക്കെ z ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ എന്താ -1 കൊടുക്കുക. ഓക്കെ, എവിടെയൊക്കെ z ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ -1 കൊടുക്കുക. ഓക്കെ, സോ നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്ത് നോക്കുക. നമ്മൾ ആൻസർ എങ്ങനെ കിട്ടുന്ന അറിയുമോ? 4.032 എന്ന് കിട്ടും. നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്ത് നോക്കുക, ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഡൗട്ട് മാറത്തുള്ളൂ. ഓക്കെ, സോ 4.032 എന്ന് കിട്ടും. സോ എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, സോ ഹിയർ the condition f of 1 and the -1 all raised to n f of -1 are greater than 0 and are satisfied. So necessary condition satisfied. രണ്ടും f of 1 ഉം -1 all raised to n f of -1 greater than 0 ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, സോ നമുക്ക് നെസസറി കണ്ടീഷൻ വെച്ച് മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല that whether system is stable or not. So for that we have to move for the sufficient condition. Okay, so sufficient condition ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യണം? That have sufficient condition for stability can be checked by constructing a table. That is, we need a Juris table, and that table consisting of 2n minus 3 rows. Okay, 2n minus 3 rows ഉണ്ടായിരിക്കും. ഇവിടെ n എത്രയാ? 4 അല്ലെ? സോ 2n minus 3 ചെയ്യുമ്പോഴത്തേക്കും we get 5. നമുക്ക് 5 rows ഉണ്ടായിരിക്കണം.
സോ ഈ 5 റോസ് വെച്ചിട്ടാണ് നമുക്ക് ഇവിടെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡ് ഇങ്ങനെയാണ് ഇരിക്കുക. ഓക്കെ, 5 റോ ഉണ്ട്. ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ A0, A1, A2 അങ്ങനെ അത് Z_0, Z_1, Z_1, Z_4 അല്ലേ ഉള്ളേ. സോ Z_2, Z_4 വരെ ഡിഫൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് Z_0യുടെ കോയിഫിഷ്യന്റ് കോൺസ്റ്റന്റ് ആദ്യം എഴുതുക. Z_1ന്റെ കോയിഫിഷ്യന്റ് ആയ A1 അടുത്ത് എഴുതുക. Z_2ന്റെ കോയിഫിഷ്യന്റ് ആയ A2 അടുത്ത് എഴുതുക. Z_3ന്റെ കോയിഫിഷ്യന്റ് ആയ A3 അടുത്ത് എഴുതുക. ഓക്കെ, then Z_4ന്റെ കോയിഫിഷ്യന്റ് ആയ A4 അടുത്ത് എഴുതുക. സോ ഫസ്റ്റ് റോയുടെ റിവേഴ്സ് എഴുതുക, സെക്കൻഡ് റോ എഴുതുക. ഈ ഫസ്റ്റ് 2 റോയും കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് മൂന്നാമത്തെ റോ കിട്ടും. മൂന്നാമത്തെ റോയുടെ റിവേഴ്സ് എഴുതുമ്പോൾ എനിക്ക് ഫോർത്ത് റോ കിട്ടും. ഓക്കെ, ഇനി 3ഉം 4ഉം ചെക്ക് ചെയ്ത് എനിക്ക് അഞ്ചാമത്തെ റോ എഴുതാനായിട്ട് സാധിക്കും. നമുക്ക് 5 റോ മതി. ഓക്കെ, സോ ഇതിലെന്താ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, A0, A1, A2, A3, A4 വാല്യൂ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കി ഞാൻ ഇവിടെ എടുത്ത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ കിട്ടുന്ന വാല്യൂസ് എല്ലാം എടുത്ത് നമ്മുടെ റോയിൽ കൊടുക്കുക. ഫസ്റ്റ് റോ കൊടുക്കുക. ഫസ്റ്റ് റോയുടെ റിവേഴ്സ് ആയിരിക്കും നമ്മുടെ സെക്കൻഡ് റോ. ഓക്കെ, സോ ഞാൻ ഇവിടെ എഴുതി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ക്ലിയർ? ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി മൂന്നാമത്തെ റോ നമുക്ക് എഴുതണം. മൂന്നാമത്തെ റോയുടെ ഫസ്റ്റ് എൻട്രി ആണ് ഞാൻ B0 എന്ന് പറയുക. ഓക്കെ, അതെങ്ങനെ നമ്മൾ നോക്കുക. ഫസ്റ്റ് 2 റോ വെച്ചിട്ടാണ് എനിക്ക് മൂന്നാമത്തെ റോ ഞാൻ എഴുതുന്നത്. ഓക്കെ, സോ അത് എഴുതാനായിട്ട് ഞാൻ നിങ്ങളോട് എൻ്റെ കൂടെ ഒന്ന് മനസ്സിലാക്കി വരിക. എളുപ്പമാണിത്. ഓക്കെ, സോ നോക്കുക, ഫസ്റ്റ് 2 റോ വെച്ചിട്ടാണ് ഞാൻ മൂന്നാമത്തെ റോ എഴുതാനായിട്ട് പോകുന്നത്. ഓക്കെ, മൂന്നാമത്തെ റോയുടെ ഫസ്റ്റ് എൻട്രിയാണ് ഞാൻ B0 എന്ന് പറയുക. ഓക്കെ, ഈ B0 എങ്ങനെ ഇടുന്ന അറിയാമോ? നമ്മൾ സ്റ്റാൻഡേർഡ് ആ ഇക്വേഷൻ വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ പോകും. അല്ല നമുക്ക് ഈ ടേബിൾ നോക്കി തന്നെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. എങ്ങനെ അറിയാമോ? അയ്യോ, ഫസ്റ്റ് റോയും ലാസ്റ്റ് റോയും. ഓക്കെ, സോ വേറെ ഒന്നും നോക്കരുത്. ഇപ്പൊ റോ അല്ല, കോളം. ഫസ്റ്റ് കോളും ലാസ്റ്റ് കോളും മാത്രം നോക്കി വെച്ചാൽ മതി. ഓക്കെ, സോ 0.024 ഇൻറ്റു 0.024 മൈനസ് 1 ഇൻറ്റു 1 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? B0 കിട്ടും. റെഡിയോ? ഓക്കെ, ഓക്കെ ആണ്. സോ അത് ചെയ്യുമ്പോൾ B0യുടെ വാല്യൂ എന്ന് പറയുന്നത് -0.994 എന്ന് എനിക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത്. ഓക്കെ, ഇനി അടുത്തത് എനിക്ക് സെക്കൻഡ് റോ എനിക്ക് വേണം. സെക്കൻഡ് റോ വേണമെങ്കിൽ എന്ത് ചെയ്യണം അറിയാമോ? അപ്പോഴും ഒരു റോ ഞാൻ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഫസ്റ്റ് റോ അത് കമ്പൽസറി ആണ്. ഓക്കെ, ഫസ്റ്റ് റോ കമ്പൽസറി ആണ്, അത് ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഇനി ഇവിടുന്ന് ഒന്നിപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഈ രണ്ട് കോളം മാത്രം നോക്കി വെച്ചാൽ മതി. എങ്ങനെ കിട്ടും? 0.024 ഇൻറ്റു -0.268 മൈനസ് 1 ഇൻറ്റു -1.7 ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് കിട്ടും? മൂന്നാമത്തെ റോയുടെ സെക്കൻഡ് എൻട്രി എനിക്ക് കിട്ടും. ഓക്കെ, സോ ഇനി മൂന്നാമത്തെ റോയുടെ തേർഡ് എൻട്രി വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇത് ഒന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി വേറെ ഒന്നും നോക്കരുത്. ഈ ഫസ്റ്റ് കോളവും തേർഡ് കോളവും മാത്രം നോക്ക്. അപ്പൊ എങ്ങനെ കിട്ടുന്നറിയാമോ? 0.024 ഇൻറ്റു 1.04 മൈനസ് 1 ഇൻറ്റു 1.04 ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഇവിടുത്തെ എലമെന്റ് എനിക്ക് കിട്ടും. ഇനി ഇവിടുത്തെ എലമെന്റ് എനിക്ക് എങ്ങനെ കിട്ടുന്നറിയാമോ? ഇത് ഒന്ന് ലെഫ്റ്റോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കണം. 0.024 ഇൻറ്റു -1.7 മൈനസ് 1 ഇൻറ്റു 0.268 ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഇവിടുത്തെ എലമെന്റ് എനിക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആയോ? സോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് B1 എന്ന് പറഞ്ഞാൽ B1 എന്ന് പറയുന്നത് 0.024 ഇൻറ്റു ആണ്. ഇങ്ങനെ 0.024 ഇൻറ്റു ഒന്നിപ്പുറത്തെ ഷിഫ്റ്റ് ചെയ്തില്ലേ, ലെഫ്റ്റോട്ട് ഷിഫ്റ്റ് ചെയ്തില്ലേ, 0.268. ഇത് മെട്രിക്സ് ആണ്, സോറി ഡിറ്റർമിനന്റ്. ഓക്കെ, മൈനസ് 1 ഇൻറ്റു -1.7 ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് B1ന്റെ വാല്യൂ അങ്ങനെ കിട്ടും. ഓക്കെ, അതേ സ്റ്റെപ്പ് ഫോളോ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? മൂന്നാമത്തെ റോ എനിക്ക് കിട്ടും. ഓക്കെ, വൺസ് മൂന്നാമത്തെ റോ കിട്ടിക്കഴിഞ്ഞാൽ ആ മൂന്നാമത്തെ റോയുടെ റിവേഴ്സ് എടുത്ത് എഴുതി കഴിഞ്ഞാൽ എനിക്ക് നാലാമത്തെ റോ എനിക്ക് കിട്ടും. ക്ലിയർ? ഓക്കെ, സോ 3ഉം 4ഉം കിട്ടിയെന്നുണ്ടെങ്കിൽ ഫിഫ്ത്ത് റോ എനിക്ക് എഴുതാം. 3ഉം 4ഉം വെച്ചിട്ടാണ് എന്റെ ഫിഫ്ത്ത് റോ ഞാൻ എഴുതാനായിട്ട് പോകുന്നത്. അതെങ്ങനെ എഴുതും? 3ഉം 4ഉം വെച്ചിട്ട് ഞാൻ എങ്ങനെ എഴുതും? സോ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് കോളം ചെക്ക് ചെയ്യാം. ഫസ്റ്റ് കോളം. ഓക്കെ, ലാസ്റ്റ് കോളം 3ന്റെയും 4ന്റെയും ലാസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇനി
0.9994 into minus 0.994 minus 0.2272 into 0.2272 ചെയ്യുമ്പോൾ എനിക്ക് അഞ്ചാമത്തെ റോയുടെ ഫസ്റ്റ് എലമെന്റിന് കിട്ടും. ഓക്കെ, ക്ലിയർ ആയോ? ഇനി അഞ്ചാമത്തെ റോയുടെ സെക്കൻഡ് എലമെന്റ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്നറിയാമോ? ഞാൻ ഒന്ന് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഞാൻ നോക്കുന്നത് ഇത് രണ്ടുമാണ്. ഫസ്റ്റ് കോളവും സെക്കൻഡ് ലാസ്റ്റ് കോളം, 3ന്റെയും 4ന്റെയും ഫസ്റ്റ് കോളവും സെക്കൻഡ് ലാസ്റ്റ് കോളവും മാത്രമേ ഇപ്പൊ ഞാൻ നോക്കുന്നുള്ളൂ. അതെങ്ങനെ കിട്ടും? minus 0.9994 into 1.6936 minus 0.2272 into minus 1.015 ചെയ്യുമ്പോഴത്തേക്കും അഞ്ചാമത്തെ റോയുടെ സെക്കൻഡ് എലമെന്റ് എനിക്ക് കിട്ടും. ഓക്കെ, അഞ്ചാമത്തെ റോയുടെ മൂന്നാമത്തെ എലമെന്റ് എനിക്ക് എങ്ങനെ കിട്ടും? ഒന്ന് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, so minus 0.9994 into minus 1.015 minus 0.2272 into 1.6936 ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് അഞ്ചാമത്തെ റോയുടെ ലാസ്റ്റ് എലമെന്റും എനിക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആയോ? നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കണ്ടോ? C0 എങ്ങനെ കിട്ടും? ഞാൻ പറഞ്ഞിട്ടുണ്ട്. 0.9994 into ഉണ്ടോ ഇതിന്റെ ഡിറ്റർമിനന്റ് ഫസ്റ്റ് ലാസ്റ്റ്. ഓക്കെ, മൂന്നാമത്തെ നാലാമത്തെ റോയുടെ ഫസ്റ്റ് എലമെന്റ് ലാസ്റ്റ് എലമെന്റ് കോളംസ് മാത്രം നോക്കിയാൽ എനിക്ക് C0 കിട്ടും, അതിന്റെ ഡിറ്റർമിനന്റ്. ഓക്കെ, ഇനി C1 എനിക്ക് എങ്ങനെ കിട്ടുന്നറിയോ? C1 അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.9472 ആണേ. നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യുക. C1 ആകുമ്പോഴത്തേക്കും ഒന്ന് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഏതൊക്കെ വരും? ഫസ്റ്റ് കോളവും 3ന്റെയും 4ന്റെയും ഫസ്റ്റ് കോളവും സെക്കൻഡ് ലാസ്റ്റ് കോളവും അതിന്റെ ഡിറ്റർമിനന്റ് ഉണ്ടോ? അതിന്റെ വാല്യൂ എന്താണ്? -1.42 എന്ന് കിട്ടും. അതുപോലെ നിങ്ങൾ ബാക്കി C3 കൂടെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, C3 ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. സോ ഇതാണ് എൻ്റെ ജൂറി ടേബിൾ. ഈ ജൂറി ടേബിൾ വെച്ചിട്ടാണ് നമുക്ക് സഫിഷ്യന്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ എങ്ങനെ നമ്മൾ സഫിഷ്യന്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും? സോ n-1 സബ് കണ്ടീഷൻസ് ഉണ്ടാവും. ഇവിടെ n എത്രയാണ്? 4 അല്ലേ? സോ 4 - 7 മൊത്തം 3 കണ്ടീഷൻ ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ് ആ 3 കണ്ടീഷൻ? A0 ഷുഡ് ബി ലെസ് ദാൻ A4. ഇനി ഞാൻ പറഞ്ഞു 1, 3, 5, 7 അങ്ങനത്തെ റോസ് മാത്രം നമ്മൾ നോക്കി വെച്ചാൽ മതി. ഈവൻ എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ 1, 3, 5 ആ 3 റോ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, 3 റോയില് A0 എന്ന് പറയുന്നതാണ് നമ്മുടെ ഫസ്റ്റ് എലമെന്റ്. ഇത് ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെന്റ് ആണ് A0, ഫസ്റ്റ് റോയിൽ ലാസ്റ്റ് എലമെന്റ് ആണ് A4. സോ ഓക്കെ, സോ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് ഷുഡ് ബി ലെസ് വെൻ കമ്പയർഡ് ടു ദി ലാസ്റ്റ് എലമെന്റ് അല്ലേ? ഇവിടെ നോക്കി, ഫസ്റ്റ് എലമെന്റ് ഏതാ? 0.024. ലാസ്റ്റ് എലമെന്റ് ഏതാ? 1 അല്ലേ? ഏതാ? അതിന്റെ മോഡുലസ് മാത്രം നോക്കി, ഏതാ വലുത്? 1 അല്ലേ വലുത് അല്ലേ? ആണ്. സോ അപ്പോൾ സാറ്റിസ്ഫൈ ആയി. ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എലമെന്റ് ഷുഡ് ബി ലെസ് വെൻ കമ്പയർഡ് ടു ഫസ്റ്റ് റോയുടെ ലാസ്റ്റ് എലമെന്റ്. അത് സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അടുത്ത B0 മൂന്നാമത്തെ റോയുടെ ഫസ്റ്റ് എലമെന്റ് ആണ് B0. ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓഫ് B3. B3 എന്നത് മൂന്നാമത്തെ റോയുടെ ലാസ്റ്റ് എലമെന്റ്. ഓക്കെ, ഇവിടെ ഏതാ? മൂന്നാമത്തെ റോയുടെ ഫസ്റ്റ് എലമെന്റ് ഏതാ? അതിന്റെ മോഡൽസ് മാത്രം എടുത്ത് വെച്ചാൽ മതി. അപ്പം സൈൻ എടുക്കുന്നില്ല. 0.9994 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0.22 അല്ലെ? അപ്പൊ കറക്റ്റ് അല്ലേ? മൂന്നാമത്തെ റോയുടെ ഫസ്റ്റ് എലമെന്റ് ഷുഡ് ബി ഹൈ വെൻ കമ്പയർഡ് ടു ലാസ്റ്റ് എലമെന്റ് ആണ്. ഓക്കെ, പൊളായിട്ട് എടുക്കണ്ട, ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്ത് വെച്ചാൽ മതി. ഓക്കെ, വന്നു. ഇനി C0 അതായത് അഞ്ചാമത്തെ റോയുടെ ഫസ്റ്റ് എലമെന്റ് ആണ് C0. ദാറ്റ് ഷുഡ് ബി ഹൈ വെൻ കമ്പയർഡ് ടു ലാസ്റ്റ് എലമെന്റ് C2 അല്ലെ? നോക്കി, 0.9472 ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ഗ്രേറ്റർ ദാൻ 0.62 അല്ലെ? അപ്പൊ അങ്ങനെ സാറ്റിസ്ഫൈ ആയതുണ്ടോ? ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എലമെന്റ് ലെസ് ആയിരിക്കണം വെൻ കമ്പയർഡ് ടു ലാസ്റ്റ് എലമെന്റ്. ബാക്കി 3ഉം 5ഉം എല്ലാം ഫസ്റ്റ് എലമെന്റ് ഹൈ ആയിരിക്കണം വെൻ കമ്പയർഡ് ടു അവന്റെ കറസ്പോണ്ടിങ് ലാസ്റ്റ് എലമെന്റ്. ഓക്കെ, ഓക്കെ, സോ ഇപ്പൊ എന്താ പറയും? ആദ്യം നെസസറി കണ്ടീഷൻ എന്തായാലും ഓക്കെ ആയി. ഇവിടെ ഈ ജൂറി ടേബിൾ വെച്ചിട്ട് നമുക്ക് ആ 3 n-1 കണ്ടീഷൻ, അതായത് n = 4 ആണ്. സോ 4 - 7 3 കണ്ടീഷൻ, മോഡ് A0 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ മോഡ് A4, മോഡ് B0 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ മോഡ് B3, മോഡ് C0 ഈസ് ഗ്രേറ്റർ ദാൻ മോഡ് C2. കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയതുകൊണ്ട് we can say that the system is stable. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് ഇത് വെച്ചിട്ട് ജൂറി സ്റ്റെബിലിറ്റി മെത്തേഡ് വെച്ച് നമുക്ക്
സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുക. ആദ്യം നെസസറി കണ്ടീഷൻ നോക്കുക. വൺസ് നെസസറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മൂവ് ടു ദ സഫിഷ്യന്റ് കണ്ടീഷൻ. ആ സഫിഷ്യന്റ് കണ്ടീഷൻ കൂടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഫൈനലൈസ്, വി ക്യാൻ conclude that the system is stable. Okay, thank you.